വിശദമായി നോക്കാം. കാലിക്കറ്റ് സർവകലാശാലയിൽ SFI ഉയർത്തിയ ബാനറുകൾ അഴിച്ചുമാറ്റാൻ നിർദ്ദേശിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ബാനർ കെട്ടാൻ അനുവദിച്ചതിന് VC-യോട് വിശദീകരണം ചോദിക്കണമെന്ന് രാജ്ഭവൻ സെക്രട്ടറിക്ക് ഗവർണർ നിർദ്ദേശം നൽകി. കോഴിക്കോട്ടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം സർവകലാശാലയിൽ മടങ്ങിയെത്തിയ ശേഷമാണ് ഗവർണർ ബാനറുകൾ മാറ്റാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. സംഗീത് ചാൻസലർ വാപസ് ജാവോ എന്ന ബാനറാണ് SFI ഉയർത്തിയിരുന്നത്. നാളെ വൈകുന്നേരം 6 മണിക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് നിന്ന് മടങ്ങുക. അതുവരെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഇന്ന് പ്രതിഷേധ പരിപാടികളൊന്നും തന്നെ SFI ആസൂത്രണം ചെയ്തിട്ടില്ല. തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൌസിലേക്കോ അല്ലെങ്കിൽ ഈ ക്യാമ്പസ് പരിസരത്തോ ഒരു പ്രതിഷേധ പരിപാടികൾ വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് SFI. കാരണം ഇന്ന് പൊതുപരിപാടികൾ ഗവർണർക്കില്ല. ആകെയുള്ളത് ഒരു സ്വകാര്യ പരിപാടിയാണ്. അതിൽ അദ്ദേഹം പങ്കെടുത്തു വരികയും ചെയ്തു. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ഉള്ളത്. ഇന്ന് നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് പ്രതിഷേധ പരിപാടികളോ മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു. പതിവ് പോലെ തന്നെ ഗവർണർ പുറത്തിറങ്ങി ഈ ചടങ്ങിൽ പങ്കെടുത്തു, തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ഗേറ്റ് തുറന്ന് പുറത്തു വരികയും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ പല ബാനറുകളും, അതായത് ഈ ഗവർണർക്കെതിരെ സംഗീത് ചാൻസലർ ഗോ ബാക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ഈ ബാനറുകൾ എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹം പോലീസിന് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന് കൃത്യമായി തന്നെ യൂണിവേഴ്സിറ്റി അധികൃതരോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണം എന്ന് അദ്ദേഹം വളരെ ക്ഷുഭിതനായിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. यहाँ पे इन्होंने ये काले संघी चांसलर गो बैक वगैरह वगैरह, अभी वाइस चांसलर को फौरन लिखिए है दी हाउ ही हैज अलाउड इट. भाई विल यू प्लीज कीप हेलो अभी वाइस चांसलर को अभी नोटिस भेजिए कि हैव यू रिपोर्टेड टू द पुलिस हाउ दीज बैनर्स आर देयर. നാളെയും കാര്യമായി ഗവർണർക്ക് പരിപാടികളൊന്നുമില്ല. ഉച്ചയ്ക്ക് ശേഷം 3:30 ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഒരു പരിപാടി മാത്രമാണുള്ളത്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സെമിനാറാണുള്ളത്. ഇതിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം 6 മണിയോടുകൂടി അദ്ദേഹം തിരിച്ചു പോവും. അതുവരെ അദ്ദേഹത്തിന് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ പ്രതിഷേധം ഉണ്ടാവാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. നിലവിൽ ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പരിസരത്ത് മാത്രം 600 ചില്ലറ പോലീസുണ്ട്, 650ഓളം പോലീസുണ്ട്. ഇവിടെ നിന്ന്, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് കോഴിക്കോട് സിറ്റി വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം കടന്നുപോയ വഴികളിലെല്ലാം തന്നെ പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ SFI പ്രവർത്തകരും മറ്റാരും തന്നെ കരിങ്കൊടി കാണിക്കുകയോ പ്രതിഷേധ പ്രകടനം നടത്തുകയൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഇതുവരെയും പ്രതിഷേധങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ബാനർ അഴിച്ചു മാറ്റണം എന്നുള്ളൊരു നിലപാടിലേക്ക് ഗവർണർ എത്തിയ സാഹചര്യത്തിൽ പ്രതിഷേധം വീണ്ടും ശക്തമാക്കാൻ തന്നെയാണ് SFIയുടെ തീരുമാനം എന്നറിയുന്നു. അങ്ങനെയെങ്കിൽ ഇത് ഇന്ന് രാത്രിയോ മറ്റോ ഈ ബാനർ എടുത്തു മാറ്റുകയാണെങ്കിൽ നാളെ വീണ്ടും പ്രതിഷേധവുമായി SFI എത്തുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ക്യാമറാമാൻ അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം S. വിനേഷ് കുമാർ, News 18 കോഴിക്കോട്.